മലയാള സിനിമയുടെ ഏറ്റവും നല്ല വർഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഉള്ളപ്പോൾ തന്നെ ഇന്നലെ ഇറങ്ങിയ ഹേമകൃത്യ മോഡത്തിന് ശേഷം എൻറ്റയർലി മാറിയിരിക്കുകയാണ്. എല്ലാവരും സംശയത്തിന് ആരുടെയൊക്കെ പേരൊന്നും അറിയില്ല, എല്ലാവരും സംശയത്തിന്റെ മുൻനിരയിലാണ്. എല്ലാവരും സോഷ്യൽ മീഡിയയിലും ഇങ്ങനൊരു വിഷയം നടന്നുകൊണ്ടിരിക്കും തന്നെ. മറ്റുള്ള ലാംഗ്വേജസ് പോലും പറയുന്നത് മലയാള സിനിമ അവർ റെഫർ ചെയ്യുന്നുണ്ട്, അവർ നോക്കുകയാണെന്നുണ്ട്. ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരുമ്പോൾ അത് എൻറ്റയർലി മാറും, അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് ഒരു ചീത്തപ്പേരായി മാറുന്നുണ്ടോ? ഒരിക്കലില്ല, നേരെ തിരിച്ചാണ്. കാരണം ഇങ്ങനെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ കേരളത്തിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇത്തരം വിഷയങ്ങൾ നടക്കുന്നില്ല എന്ന് അർത്ഥമില്ല. അതുകൊണ്ട് ഈ മാറ്റിവെക്കപ്പെട്ട 70 പേജുകളുള്ള വേട്ടക്കാരുണ്ടല്ലോ, അതിൻ്റെ തുടർച്ചകൾ പല സംസ്ഥാനങ്ങളിലും ഉണ്ട്. അവിടേക്കൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഒരു ഭയമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇതൊരു വാണിംഗാണ്. കേരളം കൊടുക്കുന്ന ഇന്ത്യൻ സിനിമാ ലോകത്തിന് തന്നെ കേരളം കൊടുക്കുന്ന ഒരു വാണിംഗാണ്. സ്ത്രീ സുരക്ഷ, അതിൻ്റെ പ്രാധാന്യം എന്ത്, അതിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, വരുന്ന ആളുകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതൊക്കെ സിനിമയ്ക്കൊരു പുതിയ ഭാഷ, പുതിയൊരു ലെസൺ, ഒരു പാഠം കേരളം സംഭാവന ചെയ്യുകയാണ്. അപ്പം അതുകൊണ്ട് മലയാള സിനിമയെ മാറി വന്ന മലയാള സിനിമ എത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ആ റെസ്പെക്ട് ഡബിളായി കൂടുകയാണ്. അങ്ങനെയുള്ള വിലയിരുത്തലുകളാണ് ഇനി വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഇനി ഓരോ സിനിമാ മേഖലകളിൽ നിന്നും കൃത്യമായിട്ട് മലയാളത്തെ ബഹുമാനിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരാൻ പോകുന്നത്. അത് അങ്ങനെ വരും, അങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാർ എടുക്കുന്ന നിലപാടുകളെയും ഒക്കെ തന്നെ വളരെയധികം ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. തീർച്ചയായും റിപ്പോർട്ട് പിന്തുണയ്ക്കുന്നതുകൊണ്ടാണല്ലോ ഞാനിങ്ങനെ പറയുന്നത്. സാറിപ്പോൾ 2017 ഇത് കൊടുത്തത്. ഇത്രയും വർഷം എടുത്തു, എന്നിട്ട് പോലും ആളുകളുടെ പേരുകൾ പറയുന്നത് ഇന്നവരുണ്ട്, ഇന്നവരാണ് എന്നൊക്കെയാണ് ഒരു സംശയത്തിന് മുന്നിൽ. അങ്ങനെ പറയുമ്പോൾ പലരും നിരപരാധികളാണ് ഇപ്പോൾ അവർ സംശയത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഒരു ഊഹാപോഹങ്ങളല്ലാതെ കൃത്യമായ പേരുകൾ പറയുകയാണെങ്കിൽ തന്നെ പകുതി കാര്യങ്ങൾ ക്ലാരിറ്റി വരില്ല. അതുകൂടെ പറയുമ്പോൾ ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും ഇരകളുടെ സ്വകാര്യത മാനിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാം. അതിന് നമ്മളെല്ലാവരും ഉൾക്കൊള്ളും. അതോടൊപ്പം ആ പേജുകളുടെ വരികൾക്കിടയിലുള്ള വേട്ടക്കാരുണ്ട്, അവർക്കെതിരെ നിയമം കൃത്യമായി നടപടിയെടുത്തേ പറ്റും. അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരുപാട് നിരപരാധികളായ മനുഷ്യർ, സിനിമയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന മനുഷ്യർ, സിനിമയെ സ്നേഹിക്കുന്ന മനുഷ്യരൊക്കെ ഇങ്ങനെ വിരൽ അവസ്ഥയിലേക്ക് പോകും. അത് ഇത്തരം ആളുകൾ ആരാണ്? അത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. നമുക്കൊക്കെ അറിയാം. ആ ആളുകളെ ലയിക്കുന്ന നടപടികൾ എടുക്കണം എന്നുതന്നെയാണ് അഭിപ്രായം. വൈകുന്ന കാരണം എനിക്കറിയില്ല. പക്ഷേ വൈകുന്ന റിപ്പോർട്ട് എന്തായാലും അതെ, വൈകുന്ന റിപ്പോർട്ട് അല്ലാതെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മനസ്സിലായി. അത് എന്തുകൊണ്ടാണ് അത്രത്തോളം വൈകിപ്പിച്ച ആളുകളാണ് മറുപടി പറയുന്നത്. പുസ്തകത്തോട് പറയുന്നത് എന്തിനാണ് ആരെയാണ് പേടിക്കുന്നത്, ഇത്രയും നല്ല റിപ്പോർട്ട് എന്തിനാണിത് ഭയക്കുന്നത്? അത് ആ ഇടവേള തന്നെ പുതുതായിട്ട് കടന്നു വന്ന പെൺകുട്ടികളെ സംബന്ധിച്ചുള്ള ഭയപ്പെടുത്തുന്നതാണ്. ഇനിയെങ്കിലും മാറില്ല. ഇത്തരത്തിലുള്ള നമുക്കറിയാലോ, നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന ജീവിക്കുന്ന സാമൂഹിക ചുറ്റുപാടുകൾ എന്ന് പറഞ്ഞാൽ വളരെ ലൈംഗിക ദാരിദ്ര്യം പിടിച്ചൊരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ ലൈംഗിക ദാരിദ്ര്യം, സെക്സിന്റെ പട്ടിണിയുള്ള സംഗതി. അവിടെ ഇതൊക്കെ ഉണ്ടാവില്ല എന്ന് ധരിക്കുന്നവരാണ് കിട്ടി. ഉണ്ടാവാൻ നല്ല സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് സിനിമ. കാരണം ആ സിനിമയിലേക്ക് നമ്മളൊക്കെ സിനിമയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പല കഥകളും ആ കഥകളിലെയൊക്കെ യാഥാർത്ഥ്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നത്. ഇത് തിലകൻ ചേട്ടൻ, ഞാൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തിലകൻ ചേട്ടൻ്റെ ആത്മാവായിട്ടാണ് ഞാൻ കാണുന്നത്. ആ മനുഷ്യൻ ഇതൊക്കെ എന്നോ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പവർ കമ്മിറ്റിയെ കുറിച്ച് പരാമർശിക്കുന്നില്ല. ആ പവർ കമ്മിറ്റിയെ കുറിച്ച് ആ പേരല്ലെങ്കിൽ ഇന്ന ആളുകൾ കൃത്യമായി ഇത്ര എണ്ണം വരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ ഹേമ കമ്മിറ്റി തിലകൻ ചേട്ടൻ രണ്ടാമത് ജീവൻ കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അതിലേക്കൊക്കെ വരട്ടെ. ഈ സർക്കാരാണ് നല്ല നിലപാടുകളിലൂടെയാണ് കാര്യങ്ങൾ തിരിഞ്ഞു വരിക. ഹേമ കമ്മിറ്റി വന്ന സമയത്ത് അമ്മയുടെ പ്രതികരണം പഠിച്ചിട്ട് പറയുന്ന രീതിയിലായിരുന്നു. ഇതിനോട് എന്താണ് പ്രതികരിക്കുന്നത്? ഭക്ഷണത്തിന്, അശ്ലീലത്തിന്. പഠിച്ച് പരീക്ഷ എഴുതാൻ ആരും ക്ഷണിച്ചിട്ടില്ല. പഠിച്ച് പരീക്ഷ മാർക്ക് കൊടുക്കുന്ന ഏർപ്പാടല്ല. ഇതൊക്കെ പഠിക്കാൻ
5 വർഷം കഴിഞ്ഞ് പൂർത്തിവെച്ച റിപ്പോർട്ടിൽ കൃത്യമായിട്ട് ഏതൊരു മനുഷ്യൻ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാര്യം ഇനിയെങ്കിലും ഈ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ സംഘടനകളിൽ എല്ലാവരും ഇത്തരം വിഷയങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ പഠിക്കണം, നേരെ നിന്ന് അഡ്രസ്സ് ചെയ്യാൻ പഠിക്കണം. ഇനി ഇങ്ങനെ മാറി മാറി പോകാതെ അപ്പോഴേ നമ്മൾ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് എല്ലാവരും നമ്മളൊക്കെ സഹായിക്കുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ ഇത്തരം സംഘടന എന്ന നിലയിൽ ഇത്തരം വിഷയങ്ങൾക്ക് അഡ്രസ്സ് ചെയ്ത് പഠിക്കണം. റിപ്പോർട്ടിനകത്ത് സ്ത്രീകളുടെ സിനിമയിലുള്ള പ്രാധാന്യത്തെ കുറിച്ച് കാണിക്കുന്നുണ്ട്. പക്ഷേ ലീഡ് റോൾസ് വരുന്നവർ വളരെ വിരളമാണ്. ബാക്കിയുള്ള രാജ്യങ്ങളിൽ പോലും സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ലീഡ് റോൾ കൊടുക്കുന്ന പെർസെൻറ്റേജ് കാണിച്ചിട്ടുണ്ട്. മലയാള സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമകളിൽ വളരെ കുറവാണെന്നുള്ള വിചാരം കാണിച്ചിട്ടുണ്ട്. അതിൽ വിശ്വസിക്കുന്നുണ്ടോ? സ്ത്രീകൾക്ക് പ്രാധാന്യം കുറവാണ് അല്ലെങ്കിൽ ലീഡ് റോൾസ് കിട്ടുന്നില്ല, അംഗീകാരങ്ങൾ കിട്ടുന്നില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതിന് കാരണക്കാർ നമ്മളെ കൂടെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ആദാമിന്റെ ഭാര്യ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സ്ഥലമാണ്. ഞാനൊരു സിനിമ വേൾഡ് ഇന്ത്യൻ സിനിമ ചരിത്രത്തിന്റെ അപൂർവമായ സിനിമയുണ്ട്. ആ സിനിമയുടെ ക്ലൈമാക്സ് ഓർമ്മയുണ്ട്. ഞാൻ എന്നോട് പറയാം, അത് ഞാൻ കാണാത്തതും കേൾക്കാത്തതും ഉണ്ടെന്ന് വിശ്വസിച്ചിട്ട് പറയാം. ഒരു പറ്റം സ്ത്രീകൾ റെസ്ക്യൂ ഹോമിൽ നിന്ന് പുറത്തേക്ക് ചാടുകയും സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന KG ജോർജിനെയും ക്യാമറയും സംഘത്തെയും തട്ടിമാറ്റി ഓടുകയും ചെയ്യുന്ന ക്ലൈമാക്സ് ആണ്. അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് ലോക സിനിമ ചരിത്രത്തിലുണ്ടായിട്ട് അത്തരം സിനിമ ഉണ്ടാക്കിയ വിപ്ലവകരമായ സിനിമ ഉണ്ടാക്കിയ നാടാണ് മണ്ണാണ് കേരളം. അവിടെ ഇരുന്നിട്ടാണ് നിങ്ങൾക്ക് ഈ ചോദ്യം വർഷങ്ങൾക്ക് ശേഷം ചോദിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നതാണ് നമ്മൾ മുന്നോട്ടാണോ തോന്നുന്നത്. തീർച്ചയായിട്ടും ഈ ആണുങ്ങളുടെ ഫൈറ്റാണ് എപ്പോഴും കണ്ടത്. എന്തുകൊണ്ട് സ്ത്രീക്കൊക്കെ കമേഴ്സ്യൽ സിനിമ ചിലപ്പോൾ കടന്നു ഞാൻ ആവശ്യപ്പെടുകയാണ്. എന്തുകൊണ്ട് സ്ത്രീക്ക് കുറച്ച് ഗുണ്ടകളൊക്കെ അടിച്ചമർത്തിക്കൂടെ, കുറച്ച് ഫൈറ്റ് എന്തെല്ലാം ആളുകൾ കാണിക്കുന്നുണ്ടോ? കാണണം. സ്ത്രീകൾക്ക് ഫൈറ്റൊക്കെ ചെയ്യണം. സ്ത്രീകളൊക്കെ അങ്ങനെയൊക്കെ വേണം. കമേഴ്സ്യൽ സിനിമ അങ്ങനെയും ചെയ്യാൻ പോകും. സ്ത്രീകളെ ഫൈറ്റ് കാരണം എന്താ, നമ്മൾ അച്ഛന്മാരടി മാത്രം നമ്മൾ കണ്ടുള്ളൂ. നമ്മളങ്ങനെ ജീവിക്കുന്നു. അമ്മമാരടി നമ്മൾ ശരിക്കും കണ്ടിട്ടില്ല. കാരണം തരും നമ്മളെ പെങ്ങന്മാരും അമ്മമാരൊക്കെ ഇറങ്ങി അടിക്കുന്ന ഒരു കാലത്തേക്ക് ഒരു ജീവിത സാഹചര്യത്തേക്ക് വരുമ്പോൾ ആ സിനിമയ്ക്കുള്ള പ്രസക്തി നമ്മൾ മനസ്സിലാക്കും. പിണറായി സർക്കാരിനെ പ്രതിപക്ഷത്തിന്റെ അടിച്ചമർത്തിട്ട് ഹേമാക്കമ്മിറ്റി റിപ്പോർട്ട് വൈകിപ്പിക്കാൻ കാരണമായി. പക്ഷെ പിണറായി സർക്കാരിന്റെ ഒരു ആർജവല്ലേ ഇതിപ്പോ പുറത്തിറങ്ങാനുള്ള കാരണം? പിണറായി സർക്കാരിനെ കുറിച്ച് ആർജവം ആലോചനയൊക്കെ നമുക്ക് പിന്നെ പറയാം. കാരണം 4 വർഷം പൂർത്തീകരിക്കപ്പെട്ടതാണ് ഈ ആർജവത്തിന്റെ ഒരു ആഴം എത്രത്തോളം ഉണ്ട് എന്നുള്ള സംശയത്തിൽ ഏർപ്പെടുത്തുന്നു. ഇനി ആർജവം കൊണ്ടുപോയി തെളിയിക്കേണ്ടത് അവർ തന്നെയാണ്. കാരണം യഥാർത്ഥ ഇടതുപക്ഷമായിട്ട് മാറേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഇതിനോടനുബന്ധിച്ചുള്ള നടപടികൾക്കനുസരിച്ച് ഈ സിനിമയിലേക്ക് ഞാനൊരു വിഷയം ഞാൻ